നീ ഞാൻ പറയുന്നത് അനുസരിക്കുക. നമ്മൾ പറയുന്നത് അനുസരിക്കണം ദൈവത്തിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ അതിൻ്റെ കീഴ്വഴക്കം, ഉടമ്പടിക്ക് ഒരു കീഴ്വഴക്കം ഉണ്ടല്ലോ. അതെന്താണ്? ആദ്യം നമ്മൾ ദൈവം പറഞ്ഞതുപോലെ ആദ്യം ചെയ്യണം. ഓരോ കാര്യം ചെയ്തിട്ട് ഞാൻ അത് ചെയ്തില്ല, എനിക്ക് അനുഗ്രഹം കിട്ടിയില്ലല്ലോ, ഞാൻ അത് ചെയ്തില്ല, വസ്തു വിറ്റില്ലല്ലോ, ഞാൻ ഇത് ചെയ്തില്ല, എന്നിട്ട് എനിക്ക് മാർക്ക് കൂടിയില്ലല്ലോ, അങ്ങനെ ഓരോ കാര്യത്തിലും ദൈവത്തോട് തർക്കിക്കാൻ പോകരുത്. ഉടമ്പടിയിൽ വളരെ മാനുഷികമായിട്ട് ആ ഉടമ്പടിയെ മനുഷ്യൻ്റെ ചാബല്യങ്ങളോട്, ഒത്തിരി ചാബല്യമുള്ള ആൾക്കാർ ഉടമ്പടി എടുത്തിട്ടുണ്ടേ. അവരാണ് ഉടമ്പടി പിന്നോട്ട് വലിക്കുന്നതിൻ്റെ കാരണം. ഒത്തിരി ചാബല്യമുള്ള ആൾക്കാർ, അവർ ജീവിതം മുഴുവൻ തന്നെ ചാബല്യമാണ്. അത് അവർ ഉടമ്പടി എടുക്കുമ്പോൾ ആ ചാബല്യം ദൈവത്തോട് കാണിക്കും. ഓരോ കാര്യം ചെയ്തിട്ടും പറയും, ഞാൻ അത് അങ്ങനെ ചെയ്ത് പത്രം കൊണ്ട് അവിടെ കൊടുത്തു, എന്നിട്ട് എനിക്ക് PR ശരിയായില്ലെന്ന് പറയും. ചാബല്യമാണത്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ദൈവമായിട്ടാണ് ഇടപെടുന്ന കാരണം ചെയ്യാനുള്ളതൊക്കെ ചെയ്യുക. അതാണ് അത് വചനത്തിൻ്റെ നിലപാടതാണ്. ചെയ്യാനുള്ള ചെയ്യുക, എന്നിട്ട് മിണ്ടാതിരിക്കുക. ദൈവം അതിൻ്റെ ഇരട്ടി ചെയ്തോളും. നീ ദൈവത്തിനെ കൂടെ കയ്യെ പിടിച്ചിട്ട് ഈ എന്ന് പറഞ്ഞ പിള്ളേരെ എടുത്തു തുടങ്ങിക്കത്തില്ലേ? ഇപ്പം നിങ്ങൾ ചില ആൾക്കാർ അങ്ങനെ ചെയ്യണത്, ദൈവത്തിൻ്റെ കയ്യെ കയറി പിടിച്ചിട്ട് ഈ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ കൂടെ ഇരിക്കുന്ന പോലെ ഞാൻ പത്രം കൊടുത്തു, അതുകൊണ്ട് അതിൻ്റെ അനുഗ്രഹം വെക്കുക. ഞാൻ രോഗിയെ ആശുപത്രിയിൽ കണ്ടു, അതുകൊണ്ട് എൻ്റെ രോഗം ഇത് മാറ്റി. ഇങ്ങനെ ഓരോ കാര്യത്തിന് ഇങ്ങനെ അങ്ങനെ ചെയ്യരുത്. എന്താ കാരണം? ചെയ്യാനുള്ളതൊക്കെ സന്തോഷത്തോടെ ചെയ്യണം.